ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹിഫ്ളൻ വദബൻ കാമിലാ. റബ്ബി തമ്മിൽ ഖൈരി വസ്സആദ. اللهم اكرمنا بنور العلم وبسرعة الفهم وعذنا من ظلمات الوهم والجهل. ഫുറൂദുൽ ഗുസ്ലി, കുളിയുടെ ഫർളുകൾ. കുളിയുടെ ഫർളുകൾ എത്രണ്ണ? ഫുറൂദുഹു, അതിൻ്റെ ഫർളുകൾ ഇസ്നാനി, രണ്ടെണ്ണമാണ്. അല്ലവ്വലു, ഒന്നാമത്തത് അന്നിയ്യത്തു, നിയ്യത്ത് ചെയ്യലാണ്. തക്ഫി ഫീഹാ, അതിൽ മതിയാകുന്നതാണ്. പിറകെ വരുന്ന നിയ്യത്തുകളിൽ ഒരു നിയ്യത്ത് മതിയാകും. തക്ഫി ഫീഹാ, അതിൽ മതിയാകും. പിറകെ വരുന്ന നിയ്യത്തുകളിൽ ഒരു നിയ്യത്ത്. മഖ്റൂനത്തൻ ബിഅവ്വലിൽ വസ്ലി, കുളിയുടെ ആദ്യവുമായി അന്വയിച്ചതായ നിലക്ക്. അപ്പോൾ കുളിയുടെ ഫർളുകൾ എത്രണ്ണ? രണ്ടെണ്ണം. ഒന്ന് നിയ്യത്ത് ചെയ്യണം. രണ്ട്, ശരീരം മുഴുവനും വെള്ളം വ്യാപകമാക്കണം എന്നത് പറയുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക, കുളിയുടെ ഫർളുകൾ രണ്ടെണ്ണമാണ്. അതാണ് പറഞ്ഞത്. ഫുറൂദുഹു, അതിൻ്റെ ഫർളുകൾ ഇസ്നാനി, രണ്ടെണ്ണമാണ്. അല്ലവ്വൽ, ഒന്നാകുന്നത് നിയ്യത്തു, നിയ്യത്താണ്. തക്ഫി ഫീഹി, അതിൽ മതിയാകും. ഇഹ്ദൻ നിയ്യാത്തില്ലാത്തിയ, ശേഷം വരുന്ന നിയ്യത്തുകളിൽ ഏതെങ്കിലും. മഖ്റൂനത്തൻ, അന്വയിക്കണം. അവ്വലിൽ വസ്ൽ, കുളിയുടെ ആദ്യത്തിനോട് അന്വയിച്ചതായ നിലക്ക്. നിയ്യത്ത് വെക്കേണ്ടത് കുളിയുടെ തുടക്കത്തിൽ ആവണം എന്നർത്ഥം. കുളി കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാലോ, കുളിയുടെ ഇടയിൽ നിയ്യത്ത് വെച്ചാലോ ആ നിയ്യത്തിന് ശേഷം കുളി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കഴുകിയ ഭാഗങ്ങളൊക്കെ വീണ്ടും കഴുകേണ്ടി വരും. ഇനി എന്തൊക്കെ നിയ്യത്ത്? ഇനി ശേഷം വരുന്ന നിയ്യത്തുകളിൽ ഏതെങ്കിലും ഒന്ന് മതിയാകുമെന്ന് പറഞ്ഞു. തക്ഫീബിഹാ, അതിൽ മതിയാകും. ഏതൻ നിയ്യാത്തില്ലാത്തിയ, ശേഷം വരുന്ന നിയ്യത്തുകളിൽ ഒന്നെന്താ? നവൈത്തു റഫ്അൽ ജനാബ, ജനാബത്ത് ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. രണ്ട്, നവൈത്തു റഫ്അൽ ഹൈല്, അത് ഹൈലുകാരിക്കാണ്. ഹൈല് ഉയർത്തലിനെ ഞാൻ കരുതി. മൂന്ന്, നവൈത്തു റഫ്അൽ നിഫാസി, നിഫാസ് ഉയർത്തലിനെ ഞാൻ കരുതി. നാല്, നവൈത്തു റഫ്അൽ ഹദസി, അശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കരുതി. അശുദ്ധിയെ ഉയർത്തലിനെ, വലിയ അശുദ്ധി എന്ന് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല. അഞ്ച്, നവൈത്തു ത്വഹാറത അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കലിനെ ഞാൻ കരുതി. അവിടെയും വലിയ ശുദ്ധി എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. ആറ്, നവൈത്തു അദാ അൽ വസ്ലി, കുളിയെ വീട്ടലിനെ ഞാൻ കരുതി. ഏഴ്, നവൈത്തു അദാ ഫർളിൽ വസ്ലി, കുളിയുടെ ഫർളിനെ വീട്ടലിനെ ഞാൻ കരുതി. എട്ട്, നവൈത്തുൽ ഗുസ്ലൽ ജനാബ, ജനാബത്ത് കുളിയെ ഞാൻ കരുതി. ഇനി പറയുന്നത് എന്താ? വൽ ഖംസത്തുൽ ഉവലു, ആദ്യം പറഞ്ഞ അഞ്ചെണ്ണം. ലാ തക്ഫി, ഈ നിയ്യത്തുകൾ 8 എണ്ണം നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ 5 എണ്ണം. ലാ തക്ഫി ഫി നിയ്യത്തി, ലാ തക്ഫി, അത് മതിയാകൂല. ഫി നിയ്യത്തി ദായിമിൽ ഹദസി, നിത്യ അശുദ്ധിയുള്ള ആളെ നിയ്യത്തിൽ മതിയാകൂല. നിത്യാശുദ്ധി എന്ന് പറഞ്ഞാൽ എപ്പോഴും മനി പുറപ്പെട്ടുകൊണ്ടിരിക്കുക, സ്ഖലനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലിയ അശുദ്ധി ഫുൾ ടൈം അങ്ങനെ വരിക, അല്ലെങ്കിൽ ഇസ്തിഹാദത്ത് ഉണ്ടാകാം. അതാണ് അതിൻ്റെ ശരിയായ രൂപം. എന്ന് പറഞ്ഞാൽ രോഗരക്തം ഉണ്ടാകാം. അതാണ് നിത്യാശുദ്ധി. ഈ നിത്യാശുദ്ധിയുള്ള സ്ത്രീയൊക്കെ അവൾക്ക് വൽ ഖംസത്തുൽ ഉവലു, 5, ആദ്യം പറഞ്ഞ 5 നിയ്യത്തുകൾ ആ വ്യക്തി മതിയാകൂല. ബിനിയത്ത് തായ്മില്ല, നിത്യാശുദ്ധിക്കാരൻ്റെ നിയ്യത്തിൽ ജനാബത്ത് ഉയർത്തുന്നു, ഹൈദ് ഉയർത്തുന്നു, നിഫാസ് ഉയർത്തുന്നു, പിന്നെ അശുദ്ധിയെ ഉയർത്തുന്നു, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു, എന്നൊന്നും പറ്റില്ല. അപ്പോൾ ആ 5 നിയ്യത്ത് പറ്റില്ല. പിന്നെന്താ പറ്റുള്ളൂ? കുളിയെ വീട്ടുന്നു, കുളിയുടെ ഫർളിനെ വീട്ടുന്നു, ജനാബത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തൊക്കെ പറ്റും. ഈ 3 എണ്ണേ പറ്റുള്ളൂ. കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്ന് വെച്ചാൽ മതി. ഇനി അസാനി, കുളിയുടെ ഫർളുകളിൽ രണ്ടാമത്തത് തഅമീമുൽ ബദനി ബിൽ മാഇ, ശരീരം മുഴുവനും വെള്ളം വ്യാപകമാക്കുക.
ശരീരം മുഴുവനും വെള്ളം വ്യാപകമാക്കണം. യജിബു നിർബന്ധമാണ് ഗുസ്ലു ശഅരിൻ ഗൈരി മുനാഖിദിൻ ബിനഫ്സിഹി, സ്വയം കെട്ടാവാത്ത മുടി കഴുകൽ നിർബന്ധമാണ്. യജിബു നിർബന്ധമാണ് ഗുസ്ലു ശഅരിൻ, മുടി കഴുകൽ. മുടികളൊക്കെ കഴുകണം. ഗൈരി മുനാഖിദിൻ ബിനഫ്സിഹി, സ്വയം കെട്ടാവാത്ത. സ്വയം കെട്ടായതാണെങ്കിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് വെള്ളം ചേരണമില്ല, മുടിയൊക്കെ കളയേണ്ടി വരിക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പുണ്ട്, ഉള്ളിലേക്ക് വെള്ളം ചേർക്കണമെന്നില്ല. ഏതായിരിക്കട്ടെ, മുടിയുടെ മുടി എന്താണ് കഴുകൽ നിർബന്ധമാണ്. ലാഹിറ വബാത്തിനും പുറവും ഉള്ളു സ്വയം കെട്ടാകാത്ത മുടി. വൈൻ കസൂഫ, മുടി തിങ്ങിയ മുടിയാണെങ്കിലും ശരി. ബശരി, തൊലിയും കഴുകൽ നിർബന്ധമാണ്. ലാഹിറൻ, പുറഭാഗം. ഹത്തൽ അൽഫാരി, നഖങ്ങൾ വരെ. ബശരിൻ, തൊലി കഴുകണം. ലാഹിറൻ, പുറഭാഗം. ഹത്തൽ അൽഫാരി, നഖങ്ങൾ വരെ. പുറഭാഗം എന്ന് പറഞ്ഞാൽ തൊലി പൊളിച്ചു വെക്കുകയാണെങ്കിൽ ഉള്ളിലൊന്നും കൈകണ്ടല്ല. വമാ തഹ്തഹ, നഖത്തിൻ്റെ താഴെയുള്ള ഒന്നും അതും കഴുകണം. വമാ ഒന്നും തഹത്ത കുൽഫത്തിൽ അഖ്ലഫി, കുൽഫയുള്ളവൻ്റെ കുൽഫൻ്റെ താഴെ, അതായത് ചാലാക്രമം ചെയ്യാത്ത പുരുഷനാണെങ്കിൽ അതിൻ്റെ താഴെ ഉള്ള ഭാഗങ്ങൾ കഴുകണം. കാരണം ചാലാക്രമം ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ ആ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉൾഭാഗമൊക്കെ കഴുകണം. വമ ഒന്നും ലഹറ, പ്രത്യക്ഷമായ ഒന്നും. സിമാഹിൻ, ചെവിക്കുണ്ടിനാൽ, ചെവിക്കുണ്ടിൻ്റെ പ്രത്യക്ഷ ഭാഗങ്ങൾ കഴുകണം. ഇപ്പോൾ ശുക്കൂക്കിൻ, കീറുകളാൽ, മടമ്പുമലോ എവിടെയായാലും കീറുകളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളെത്തണം. അഥവാ വെള്ളെത്താനും പ്രയാസമുണ്ടെങ്കിൽ മുറിവ് കൊണ്ടോ മുറിവ് ഉണങ്ങാൻ പ്രയാസമുണ്ടാവും, അങ്ങനെ രോഗം കൂടും. അങ്ങനെയൊക്കെയുള്ള കീറുകളാണെങ്കിൽ തേമം ചെയ്യേണ്ടത്. ഏതായാലും കൊട്ടെ അത് കഴുകേണ്ടതാണ്, അല്ലെങ്കിൽ തേമം ചെയ്യേണ്ടതാണ്. അപ്പോൾ കഴുകൽ നിർബന്ധമുള്ളതിൽ പെട്ടതാണ്. മമ്പിത്തി ഷാറത്തി, ഒരു മുടി മുളച്ച സ്ഥലം അതും കഴുകണം. ജാലത്ത്, ആ മുടി നീങ്ങിപ്പോയി. കപിലവസ്ത്രീയ കുളിക്കണ മുമ്പ് മുടി നീങ്ങിയതാണ്. മുടി അവിടെ ഉണ്ടെങ്കിൽ മുടിനോട് ആ സ്ഥലം കൂടി ടച്ച് ഉള്ളതുകൊണ്ട് ആ മുടി നീങ്ങുന്ന സ്ഥലം കഴുകണ്ടല്ല, ഉൾഭാഗത്തെ കണ്ടല്ല. മുടി നീക്കിക്കഴിഞ്ഞാൽ പിന്നെ മുടി നിന്ന സ്ഥലം കഴുകണം. അപ്പോൾ മമ്പിത്തി ഷാറത്തിൽ, മുടിയുടെ മുളച്ച സ്ഥലം കഴുകണം. കാലത്തെ മുടി നീങ്ങിയാൽ കപിലവസ്ത്രീയ കഴുകണം മുമ്പ്. അപ്പോൾ ഫർജിമ്രത്ത്, ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം കഴുകണം. ഉൾഭാഗം, ഇതിൻ്റെ ജുലൂസ്, ഇരിക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ, ഇരിക്കുമ്പോൾ കാണുന്ന വെളിവാകുന്ന സ്ഥലങ്ങൾ. അല്ല കദമിയ, അവരുടെ ചെരുപ്പടിക്കാലിൻ്റെ മേലിൽ ഇരിക്കുമ്പോൾ കാണുന്ന സ്ഥലം. അപ്പോൾ ബാത്തിന് ജുതിരി, പൊള്ളൻ്റെ ഉള്ളു കൈകണം. പൊള്ളൻ്റെ മുമ്പത്തിഹി, തുറന്ന ഒരു പൊള്ളുണ്ടായി കൈമലോ, കസ്തൂരി പൊള്ളനോ മറ്റെന്ത് പൊള്ളനേയും ഉണ്ടായി. അപ്പോൾ അത് ഓട്ടയായി, ഓട്ട തുറന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഉള്ളു കൈകണം. ഉള്ളു കഴുകണം. ഒട്ടിപ്പിടിച്ച് ആ ഇറച്ചിയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ കഴുകണ്ട, അല്ലെങ്കിൽ ഉള്ളു കഴുകണം. പല ഇതിവോ നിർബന്ധമൊന്നുമില്ല. ദയക്കുനു താമീമി ഫിലോസിൻ, കഴുകുമ്പോൾ കുളിക്കുമ്പോൾ വെള്ളം വ്യാപകമായി എന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധം. ഇപ്പം പുറത്തൊക്കെ എല്ലായിടത്തും വെള്ളം എത്തിക്കണമെന്ന് ഉറപ്പിച്ചിങ്ങോട്ട് വരുത്തണം. ഉറപ്പ് വരുത്താൻ വേണ്ടി പുറത്തൊക്കെ എത്തിക്കണമെന്ന് കണ്ണാടൊക്കെ എടുത്ത് നോക്കുക. വലാജിബ് നിർബന്ധ തയക്കുന് ഉറപ്പ് വരുത്തല്. അത്താമീമി, വ്യാപകമായി എന്ന് ഫിലോസിലി, കുളിയിൽ. ബൽ എത്തി, മറിച്ച് മതിയാകും. അത് തന്നെ അതുകൊണ്ടുള്ള ഭാവന. നമ്മൾ അവിടെ വയ്ക്കുമ്പോൾ അവിടെ എത്തിക്കണ എന്ന മികച്ച ഭാവന, നല്ല ഭാവന ഉണ്ടായാൽ തന്നെ മതി. സംശയമാകരുത്. ഉറപ്പ് വരുത്തൽ നിർബന്ധമില്ല എന്നർത്ഥം. കൽവല്ലോ യുവതോരിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് കുളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.